ഏത് പ്രായം മുതൽക്ക് നിങ്ങൾ കുട്ടികൾക്ക് ഗ്രോത്ത് ഹോർമോൺ എടുത്തു തുടങ്ങാം? പലപ്പോഴും പേരൻസിനുള്ളൊരു ഡൗട്ടാണിത്. ഇത് നമുക്കറിയാം, ഡെയിലിയുള്ള ഇഞ്ചെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ വീക്കിലുള്ള ഇഞ്ചെക്ഷൻസ് ആണ്, ഉയരം കൂട്ടാൻ സഹായിക്കും. പക്ഷേ ഏത് പ്രായത്തിലും നമ്മൾ ഇത് എടുത്തു തുടങ്ങണം എന്നുള്ളത്. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികളാണ്, ഗ്രോത്ത് ഹോർമോൺ കുറവുള്ള കേസുകളൊക്കെ ആണെങ്കിൽ 2 വയസ്സ് മുതലാണ് അതിൻ്റെ ഹൈറ്റ് ഫോൾട്ടറിങ് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പ്രായം മുതൽ കുട്ടികൾക്ക് ഗ്രോത്ത് ഹോർമോൺ എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഡെഫിനറ്റായിട്ടൊരു ലോവർ ലിമിറ്റ് ഏജ് ഇല്ല ഗ്രോത്ത് ഹോർമോൺ തെറാപ്പിക്ക്. പലപ്പോഴും പല അസുഖങ്ങളും ഗ്രോത്ത് ഹോർമോൺ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് പ്രാതർ-വില്ലി സിൻഡ്രോം, ടർണർ സിൻഡ്രോം. അതിൽ ടർണർ സിൻഡ്രോത്തിലൊക്കെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ഒരു 3 മുതൽ 4 വയസ്സ് വരെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം പ്രാതർ-വില്ലി സിൻഡ്രോത്തിനാണ് വളരെ നേരത്തെ തന്നെ, ഇപ്പം 6 മാസം മുതലൊക്കെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ചികിത്സിക്കാനായിട്ട് സാധിക്കും. മറ്റ് അസുഖങ്ങൾ, ഇപ്പം ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ്, മറ്റ് ഇൻഡിക്കേഷൻസ്, ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് അവരുടെ ഹൈറ്റ് എപ്പോഴാണോ ഫോൾട്ടർ ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഹൈറ്റും വെയിറ്റും കുറവാണ്, സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് ബേബീസ് ആണ്, അവർക്ക് വേണ്ടത്ര ഹൈറ്റ് പിന്നീട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ 2 to 4 ഇയേഴ്സിനുള്ളിൽ തന്നെ ഗ്രോത്ത് ഹോർമോൺ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ലോവർ ആയിട്ടൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഏജ് ഇല്ല. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോണുകൾ അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നവരെയാണ് ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി കുട്ടികൾക്ക് ഉയരം കൂടുതൽ തന്നെ കൊടുക്കാൻ സാധിക്കുക. താങ്ക് യു. Stay healthy. Follow for more.